ഇന്നത്തെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മുടെ ബബിത കടന്നു വരികയാണ്. അപ്പം ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേണ്ടായോ എന്ന് ചോദിക്കുമ്പം പറഞ്ഞ ഞാൻ ചോദിച്ചു, പക്ഷെ വേണ്ടാന്നാ പറഞ്ഞത്, എന്തോ കണക്കും കാര്യങ്ങളൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ ബബിത പറഞ്ഞു. അപ്പോഴത്തേക്കിനും കൃഷ്ണ പറയുകയാണ്, അതേ ചേച്ചി, അമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വലുതായിട്ട് തർക്കിക്കാനും നിൽക്കണ്ട കേട്ടോ, എന്തെങ്കിലും ഒരു കാര്യം നോക്കാനായിട്ട് ഇരിക്കുക പുള്ളിക്കാരത്തി, ഇപ്പം വലുതായിട്ടൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ബബിത പറയാണ്, ഞാനായിട്ട് എന്തായാലും ഒരു പ്രശ്നത്തിനും പോകത്തില്ല, പക്ഷെ എന്നോട് ഇങ്ങോട്ട് ചൊറിഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ എനിക്ക് മിണ്ടായിരിക്കാനും പറ്റില്ല, ഞാൻ എന്തെങ്കിലും പറയാം. അപ്പോഴത്തേനും ഇങ്ങനെ കൃഷ്ണ ചിരിക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോഴത്തേനും നമ്മുടെ കൃഷ്ണമോളേക്കാണ്, സീനിയർ വൈജയന്തിനോട് തല്ലുകൂടാനാണോ ജൂനിയർ വൈജയന്തി റെഡി ആയിട്ടിരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ബബിത പറയാണ്, നീ എൻ്റെ വല്ലതും വാങ്ങിക്കൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൂക്കത്തിട്ടൊരു കൊട്ടും കൊടുത്തു. അപ്പോഴത്തേനും പുള്ളിക്കാരത്തി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഞാനൊന്നിനും ഇല്ലേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. നമ്മുടെ ബബിത ഇങ്ങനെ മുറ്റത്തോട്ട് നോക്കിയിട്ട് പറയാം, നമ്മുടെ അച്ഛൻ വരാറായില്ലയോ, അല്ല ഇന്ന് വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ബബിതയോട് ചോദിക്കണം. അപ്പം എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോളോട് ചോദിക്കുകയാണ്. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് വരും എന്നല്ലേ ഇന്ന് പറഞ്ഞത്, പക്ഷെ കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി, അതാകുമ്പോൾ കുറച്ചുകൂടെ നേരം സമാധാനത്തോടെ ഇരിക്കാമല്ലോ എന്ന് പറയുമ്പോഴത്തേനും ബബിത ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും വണ്ടിയുടെ ഹോൺ കേൾക്കും. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അത് നമ്മുടെ ബാലേന്ദ്രൻ്റെ കാറായിരുന്നു. പുള്ളി വീട്ടിലേക്ക് വന്നു. എന്നാന്നറിയാൻ പാടില്ല, പുള്ളി വരുമ്പോൾ ഒരു ടെറർ BGM ഒക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കൊരു ഉള്ളിലൊരു കൈൻഡ് ഓഫ് ടെൻഷൻ ഇങ്ങനെ തോന്നും. അപ്പോഴേക്കും രണ്ടുപേരും നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, എന്നാ പറ്റി അച്ഛനെന്നെ ഇന്ന് ലേറ്റ് ആയത്? അപ്പം പുള്ളി പറയുന്നത്, ഞാൻ കടയിലും കൂടെ കയറി അതുകൊണ്ടാണ്. ഇനി എന്തായാലും ഞാൻ കടയിലോട്ട് പോകണില്ല, അപ്പോൾ അവിടുത്തെ പണിയെല്ലാം തീർത്തു, എന്നിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയെന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയണം. നമ്മുടെ കൃഷ്ണനെ ചോദിക്കുന്നുണ്ട്, അലീനേച്ചി വിളിച്ചോ? അവരിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അലീന ചേച്ചിക്ക് സങ്കടമായിരുന്നോ അവിടുന്ന് പോരുന്നപ്പം? അവിടെ എങ്ങനെയുണ്ട് സ്ഥലം, നല്ല സ്ഥലമാണോ എന്നൊക്കെ ഇങ്ങനെ രണ്ടുപേരും ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെയും ബബിത ചോദിക്കുകയാണ്, അല്ല അവിടെ എന്ത് ജോലിക്കാണ് പോയത്? അപ്പോൾ ഉടനെ കൃഷ്ണമോള് പറയുകയാണ്, അവിടെ ജോലിയൊന്നുമില്ല, അവിടെ പണിക്കാരുണ്ട്, അവിടെ എന്നാ ജോലി ചെയ്യണമെന്ന് അറിയില്ലെന്നാണല്ലോ അല്ല ചേച്ചി പറഞ്ഞത് എന്നൊക്കെ പിന്നെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. അപ്പോഴും പുള്ളിയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ പിന്നെയും ബബിത ചോദിക്കുകയാണ്, അവിടെ സേഫ് ആയിരിക്കുമോ, എങ്ങനെയുണ്ട്? വീണ്ടും ചോദിക്കുകയാണ്, അച്ഛൻ വിട്ടിട്ട് പോയ സമയത്ത് അച്ഛന് സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും മറുപടി പുള്ളി ഇങ്ങനെ പറയാതെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ബബിത ചോദിക്കണം, അല്ല അച്ഛൻ എന്നാ ഒന്നിനും മറുപടി ഇങ്ങനെ പറയാത്തേ? അപ്പോൾ പുള്ളി ഇങ്ങനെ കളിയാക്കി പറയുകയാണ്, അതെന്നു വെച്ചാൽ ഇവരിങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പം അതിനെങ്ങനെ മറുപടി പറയുന്നത്, ഇതെല്ലാം ഒന്ന് കഴിയട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും ചോദ്യം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് എല്ലാത്തിൻ്റെയും കൂടെ മറുപടി ഞാനങ്ങ് പറഞ്ഞോളാം, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം ബബിത ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല, അച്ഛൻ ഇനി മറുപടി പറഞ്ഞോട്ടോ എന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഞാൻ എന്നാൽ മറുപടി പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ അവിടെ വന്നിട്ട് ഇരുന്നു. ഇപ്പോൾ രണ്ടുപേരും അപ്പുറപ്പുറമായിട്ട് വന്നിരുന്നു. അന്നേരം പറയാണ്, ഞാൻ അലീനനെ വിളിച്ചില്ല, പിന്നെ ഞാൻ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് എന്നെ തടിമക്കളെ ഞാൻ പറയേണ്ടത്, ഇവിടുന്ന് തന്നെ പോകാൻ ഒട്ടും മനസ്സില്ലാത്ത അവളെ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവിടാൻ ഒബ്വിയസ്ലി അവൾക്ക് എന്തായാലും വിഷമം ഉണ്ടാവുമല്ലോ. അവൾക്ക് ഒരുപാട് വിഷമമായിരുന്നു, എനിക്കും അതുപോലെ തന്നെ ഒരുപാട് വിഷമമായിരുന്നു. പിന്നെ പോയ സ്ഥലം സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് കഴിഞ്ഞ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ അവൾ നിൽക്കുന്നത്. എന്നിട്ട് ബാലേന്ദ്രൻ പറയാണ്, അവളങ്ങോട്ട് ചെന്നതല്ലേ ഉള്ളൂ, ഒട്ടും അറിയാത്തൊരു സാഹചര്യം, അപ്പോൾ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും അവളെല്ലാമായിട്ട് സെറ്റാകും. ചിലപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളെ പോലും മറന്നു പോകും എന്നിങ്ങനെ പുള്ളി പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേനും ബബിത ഇങ്ങനെ എഴുന്നിട്ട്, പിന്നെ ചുമ്മാ ഓരോന്നങ്ങ് പറഞ്ഞോണം, അങ്ങനെ നമ്മളെ മറക്കില്ല. അപ്പോൾ ഉടനെ ബാലേന്ദ്രൻ പറയാണ്, മറക്കില്ലേ? എങ്കില്ല എന്നുള്ള രീതിയിൽ പുള്ളിയും തിരിച്ചപ്പോൾ ഇതിന് മറുപടി പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ബാക്കിലോട്ട് നോക്കുകയാണ്, അകത്തോട്ട്. എന്നിട്ട് അകത്തോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഇവരോട്, നിങ്ങളുടെ അമ്മ ഒന്നൊന്ന് കേട്ടല്ലോ, എങ്ങനെയുണ്ട്, വല്ല മാറ്റമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പം കൃഷ്ണ പറയുന്നുണ്ട്, മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മ അമ്മയായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പം ഇങ്ങനെ ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അപ്പം കൈതയ്ക്കൽ കുഞ്ഞിരാമമേനോൻ്റെ മകൾ വൈജയന്തിയായിട്ട് തന്നെയാണല്ലേ വന്നത്? പിന്നെ ബബിത ചോദിക്കുന്നുണ്ട്, അച്ഛൻ വല്ലതും കഴിച്ചായിരുന്നോ? അപ്പം ബാലേന്ദ്രൻ മറുപടിയായിട്ട് പറയുന്നുണ്ട്, ഞാൻ കഴിച്ചായിരുന്നു, ഞാൻ അവിടുന്ന് കഴിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്ന് കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ എന്നിങ്ങനെ പുള്ളി ഒരു ഇതിൽ ചോദിച്ചു. അപ്പം ബബിത ഉടനെ പറയാം, അമ്മ വന്നിട്ടുണ്ടെ വാപത്ത് പിടിക്കുമോ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഉടനെ ബാലേന്ദ്രൻ പറയണേ, വാ മാത്രമല്ല, വേണമെങ്കിൽ വൈജയന്തി മൂക്കൂടെ പൊത്തിപ്പിടിക്കും, അതാണ് വൈജയന്തിയുടെ ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ചിരിച്ച്. അപ്പോൾ കൃഷ്ണ പറയുകയാണ്, എനിക്കൊരു കാര്യം ചെയ്യ്, ഞാൻ അച്ഛനൊരു ചായ എടുക്കാം എന്ന് പറയും. അപ്പോൾ ഉടനെ ബാലേന്ദ്രൻ പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യുമ്പോൾ ചായ എടുക്കാൻ ഞാൻ അപ്പോഴത്തേനും ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞപ്പോഴത്തേനും ബബിത പറയുന്നത്, അതെ അമ്മ റൂമിലുണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു.
അപ്പോൾ എന്നെ പുള്ളി ചോദിക്കുന്നു, അതിനിപ്പോൾ എന്നാ, എന്തായാലും ഇനി കാണാനുള്ളതല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ കാണുമല്ലോ നിങ്ങളുടെ അമ്മയ്ക്ക്. അപ്പോൾ അത് ചുമ്മാ വെറുതെ സമയം കളയണ്ട, വെച്ച് താമസിക്കേണ്ട, നമുക്ക് ഇപ്പം തന്നെ ഇങ്ങോട്ട് കേൾക്കാൻ ചോദിക്കാം എന്നൊക്കെയുള്ള ഒരു സെറ്റപ്പിൽ പുള്ളി ഇങ്ങനെ അകത്തോട്ട് കയറി പോവാം. അങ്ങനെ ബാലേന്ദ്രൻ അകത്തോട്ട് കയറുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ മറ്റേ കാല് വലിച്ച് വലിച്ച് വരുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, അല്ല ബാലേന്ദ്രൻ എവിടെ ആയിരുന്നു, ഇന്നലെ പോയതല്ലേ, ഇപ്പോഴാണോ വരുന്നത്, ഈ തൂർപ്പുഴ എന്ന് പറയുന്ന സ്ഥലം അതിന് മാത്രം അങ്ങ് ദൂരത്തൊന്നും അല്ലല്ലോ, അങ്ങ് അന്റാർട്ടിക്കയിലൊന്നും അല്ലല്ലോ എന്നിങ്ങനെ പുള്ളിക്കാരത്തി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ആദ്യം മൈൻഡ് ആക്കിയില്ല, പിന്നെ രണ്ടാമത് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, നമ്മുടെ ബാലേന്ദ്രൻ പറയാണ്, അന്റാർട്ടിക്ക കൊളത്തൂപ്പുഴയിലൊന്നും അല്ല, പക്ഷേ കൊളത്തൂപ്പുഴയ്ക്കും കൊല്ലപ്പള്ളിക്കും ഇടയ്ക്കാണെന്ന് പറയാണ്. പുള്ളിക്കാരത്തി ഒരു ടോണിൽ ചോദിക്കുകയാണ്, അല്ല അവളെ എപ്പോഴാണ് പുതിയ മുതലാളിയുടെ അടുത്ത് കൊണ്ടുവിട്ടത്, ഇന്നലെയാണോ അതോ ഇന്നാണോ എന്നിങ്ങനെ ചോദിക്കുന്നത്. അപ്പം ആ ഒരു ചോദ്യം ആർക്കും അത്ര സൂഹിക്കത്തില്ല, ബാലേന്ദ്രനും സൂഹിച്ചില്ല. പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അത് പറഞ്ഞിട്ട് നിനക്ക് എന്താ കാര്യം, അല്ല നീ ആരാണ്, അല്ല കുറേ ദിവസം മുമ്പേ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, അന്ന് നീ ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ നീ എവിടെ ആയിരുന്നു എന്ന്. അപ്പോൾ പുള്ളിക്കാരത്തി ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറയാണ്, ചോദിക്കണമായിരുന്നു, അല്ല എല്ലാ ആണുങ്ങളും അങ്ങനെ തന്നെയാണ്, ഭാര്യ ഇറങ്ങിപ്പോയാൽ ചോദിക്കും. ബാലേന്ദ്രൻ തിരിച്ചു പറയാണ്, നീ ഇപ്പം എവിടെ പോയെന്ന് എനിക്കറിയാം, എനിക്കെങ്ങനെ അറിയാം, ഞാനിപ്പോൾ നിൻ്റെ പുറകെ വരണമായിരുന്നോ ഇതും ചോദിച്ചുകൊണ്ട്, നീ എങ്ങോട്ടാണ് ഇറങ്ങിപ്പോയെന്ന് ആർക്കറിയാം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ പുള്ളിക്കാരത്തി ഇങ്ങനെ ഞെട്ടുകയാണ്. എന്നിട്ട് വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും ഒരു ദിവസം വീട്ടിലോട്ട് കയറി വരുമ്പം ചോദിച്ചാൽ മതിയോ നീ എവിടെയായിരുന്നു, നീ ആരുടെ കൂടെയായിരുന്നു എന്ന്. അപ്പോഴത്തേക്കിന് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ വൈജയന്തി പറയുക, ഞാൻ ആരുടെ കൂടെയാണെന്ന് ബാലചന്ദ്രൻ അറിയില്ലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ പറയണേ, എനിക്കറിയാൻ പാടില്ല, അത് അന്വേഷിച്ച് നടക്കലല്ലേ എൻ്റെ പണി, എനിക്ക് വേറെ ജോലിയില്ലേ എന്നൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേന് വൈജയന്തി പറയാണ്, ഞാൻ എവിടെ ആയിരുന്നു എന്ന് എനിക്ക് പറഞ്ഞേ പറ്റൂ, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് എവിടെ ആയിരുന്നു എന്നും എനിക്കറിയണം. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറയായിരുന്നു, എനിക്ക് പറയാൻ മനസ്സിലാന്ന്. അപ്പോൾ അന്നേരം അതിന് മറുപടിയായിട്ട് നമ്മുടെ വൈജയന്തി പറയണം, ഓ ഇപ്പം എനിക്ക് മനസ്സിലായി, പറയാൻ പറ്റാത്തയിടത്തായിരുന്നു അല്ലേ, അതുകൊണ്ടാണല്ലോ പറയാനൊരു മടി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ ഒരു നോട്ടം നോക്കിയിട്ട് ബാലേന്ദ്രൻ പറയാണ്, പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഞാനല്ല എന്നിങ്ങനെ പറഞ്ഞൊരു പോസ് ഇടുമ്പോഴത്തേക്കിന് വൈജയന്തി ചോദിക്കട്ടെ, പിന്നെ ഞാനാണോ. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയാണ്, അത് അവനവനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ വൈജയന്തി പറയാണ്, അതെന്നാ ബാലചന്ദ്ര അങ്ങനൊരു വർത്താനം, ഞാനെന്താ വല്ലതും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ പറയാണ്, അതാണ് ഞാൻ പറഞ്ഞ, സ്വന്തം ഒന്ന് ചോദിച്ചു നോക്ക്, സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോഴേക്കും വൈജയന്തി പറയണം, ബാലേന്ദ്രൻ എന്തോ മനസ്സിൽ വെച്ചിട്ടാണല്ലോ എന്നോട് ഈ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോഴത്തേക്കും ഈ പിള്ളേരുണ്ടൊരു ഇങ്ങനെ മൈൻഡിലാകെ ഇങ്ങനെ ടെൻസ്ഡായിട്ട് നിൽക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കൃഷ്ണമോക്ക്. അപ്പോൾ അവൾ ഇങ്ങനെ പറയണം, അമ്മയ്ക്ക് എന്നാ നാക്ക് ചൊറിയുന്നുണ്ടോ, ഒരു ചോദ്യം ചെയ്തതിലുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കുറേ നാൾക്ക് മുമ്പ് പാതിരാത്രി ഒരു ദിവസം ഒരു കാറും എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി, അതിനാണെങ്കിൽ നല്ല പണിയും കിട്ടി, 2 മാസത്തോളം ഹോസ്പിറ്റലിലും കിടന്നു, എന്നാൽ അതുകൊണ്ടൊന്നും അടങ്ങിയോ ഇല്ല, പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം തിരിച്ചു വന്നേക്കുക. അങ്ങനെയുള്ള അമ്മയ്ക്ക് ഇവിടെ ചോദ്യം ചെയ്യാൻ ആക്ച്വലി എന്ത് അവകാശമാണുള്ളത്, ഭർത്താവിനെയും സ്വന്തം മക്കളെയും ഒക്കെ കളഞ്ഞിട്ട് പോയ ആളല്ലായിരുന്നു അമ്മ, ആരെങ്കിലും അമ്മയെ ഇങ്ങോട്ട് ക്ഷണിച്ചായിരുന്നു. എന്നിട്ട് പറയാണ്, അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെന്നുണ്ടെങ്കിൽ അമ്മയെ ഗേറ്റിന് പോലും അകത്തേക്ക് കടക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പോഴേക്കും ദേഷ്യപ്പെട്ടിട്ട് വൈജയന്തി ചോദിക്കുകയാണ്, നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ, എൻ്റെ വയറ്റിൽ നിന്ന് വന്ന ഒരാളല്ലേ നീ എന്നാ സംസാരിക്കാറായത് എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. അപ്പോഴത്തേന് കൃഷ്ണ പറയുകയാണ്, അമ്മ ഇവിടുന്ന് പോയതിന് ശേഷം ഞങ്ങളും പോയി പലയിടത്തും, പല ദിവസങ്ങളും കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ തിരിച്ചെത്തിയത്, ആരും ഞങ്ങളോട് ചോദിച്ചില്ലല്ലോ, എന്നിട്ട് ഇന്നലെ അച്ഛൻ പോയതിന് മാത്രം ചോദ്യം ചെയ്യുന്നു. എന്നിട്ടിങ്ങനെ പറയാണ്, അമ്മയുടെ ശബ്ദത്തിന് ഇപ്പം യാതൊരു വിലയും ഇവിടെ ഇല്ല, എന്നിട്ട് പറയാണ്, ഉള്ളതും കൂടെ അമ്മ ഇല്ലാതാക്കരുത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും വൈജയന്തിക്ക് മകൾ ഇത്രയും മറുത്ത് കയറി പറയുന്നതിൻ്റെ ആകെ ഒരു വിഷമത്തിൽ ഇങ്ങനെ ആ ഒരു അങ്കലാപ്പിൽ ഇങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇതും കൂടി പറഞ്ഞതിന് ശേഷം നമ്മുടെ കൃഷ്ണമോൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് അകത്തേക്ക്. കൃഷ്ണമോൾ പോയതിന് പിന്നാലെ തന്നെ വൈജയന്തിനെ ഒന്ന് നോക്കിയിട്ട് ബാലേന്ദ്രനും സ്റ്റേഴ്സ് കയറിയിട്ട് അങ്ങോട്ട് മേളിലേക്ക് പോയി. അപ്പോഴേക്കും പയ്യെ ബബിത അവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണെ, വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു പുച്ഛത്തോടെ അങ്ങനെ ചോദിച്ചിട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി. വലിയ രീതിയിലൊന്നും അല്ലെന്നെങ്കിലും ദേഷ്യത്തോടെ ഡി ഒന്ന് വിളിക്കുന്നുണ്ട് പതിയെ, പുള്ളിക്കാരത്തിയുടെ പത്തിയൊക്കെ ഒന്ന് താന്ന്. എന്നിട്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി എന്തൊക്കെയോ ആലോചിക്കുകയാണ്. ബാലേന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലാക്കി എന്നുള്ളൊരു ചെറിയ ഡൗട്ടും, പിന്നെ ഇവിടെ ഒരു സ്ഥാനം കിട്ടുന്നില്ലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയിട്ട് എന്തൊക്കെയോ ആലോചിച്ച് വൈജയന്തി ഇങ്ങനെ ഇരിക്കുന്നതിലൂടെ ആ ഒരു സീൻ അവിടെ കഴിഞ്ഞു.
അതിനുശേഷം അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻലി ജോസഫിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ നമ്മുടെ അലീന രേവതിക്കുട്ടീനെ വിളിക്കുകയാണ്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തിനോട് പറയാതെ പോയതിൻ്റെ ഒരു പരിഭവമൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ അലീന. അതിനുശേഷം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഇതുപോലെ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളാണെന്നും അയാളാണ് തൻ്റെ അച്ഛനും അപ്പം അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ബാലേന്ദ്രൻ കൊണ്ടുവിട്ടതും പറഞ്ഞതും ആ കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മൾ കുറേ 5-6 ഇട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ഈ പറയുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ അലീന രേവതിക്കുട്ടീനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞതിന് ശേഷം പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ ഇനിയിപ്പം നല്ല പ്രശ്നം ഉണ്ടാവുമല്ലോ, കാരണം ഫാമിലി റിലേറ്റീവ്സൊക്കെ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരത്തിയുടെ ഒരു ആശങ്കയൊക്കെ പറഞ്ഞ്, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുന്നത്, ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പം ആദ്യമായിട്ടല്ലേ അച്ഛനെ കാണുന്നത്, അപ്പോൾ എല്ലാം പറ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മിണ്ടിയത് പറഞ്ഞത്, അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ ഭയങ്കര ആഗ്രഹത്തോടെ പുള്ളിക്കാരത്തി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. മോളെ എന്നൊക്കെ വിളിച്ച് അടുത്തോട്ട് വന്ന് കെട്ടിപ്പിടിച്ചായിരുന്നോ എന്നൊക്കെ പുള്ളിക്കാരത്തി ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ചേച്ചി പൊട്ടിക്കരഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിയുടെ ഒരു 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 സ്വഭാവം ഉണ്ടല്ലോ, ആ ഒരു ഇതിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ എന്തൊക്കെയോ കിളിക്കമ്പട്ടിയിലെ പോലെ കുറേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മറുപടി ഇങ്ങനെ നമ്മുടെ അലീന പറയാൻ പോകണം. പക്ഷേ ആ മറുപടികളും കാര്യങ്ങളും, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടെ മേ ബി അലീന രേവതിക്കുട്ടിക്ക് നറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അതായിരിക്കും നെക്സ്റ്റ് ദിവസത്തെ എപ്പിസോഡ്. പ്രമോ വന്നിട്ടില്ല.